ോടുള്ളൊരു സമീപനം കണ്ടിട്ടാണ് എനിക്ക് ഇതിന് കുറച്ചും കൂടിയും വ്യക്തത കൊടുത്താൽ അവർക്ക് കുറച്ചെങ്കിലും ബോധം വെക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാനത് പറഞ്ഞത്. മാസങ്ങൾക്ക് മുന്നേ ആണോ ആഴ്ചകൾക്ക് മുന്നേ എപ്പോഴാണ് ഇത് സംഭവിച്ചത്? കാലം ഇതിനൊരു പ്രശ്നമല്ലല്ലോ, സംഭവിച്ചു എന്നുള്ളത് ഒരു എന്താണ് ഇനി മുന്നോട്ടുള്ള പോലീസ് മൊഴിയെടുക്കും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരിക്കലും ഇല്ല. നിയമ നടപടികളിലോട്ട് ഞാനായിട്ട് പോകത്തില്ല. എനിക്ക് നടപടി എടുക്കേണ്ടത് ഇൻസൈഡ് സിനിമയാണ്. സിനിമയുടെ ഉള്ളിലാണ് നടപടി വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. ആൻഡ് അത് നടപടിയെടുക്കും തന്നെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ. ആണോ ഇത്തരത്തിലെ ഒരു ഇതിലേക്ക് വന്നത്? അറിയില്ല, ഒരു തരത്തിൽ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ അതോ ഇത്തരത്തിലുള്ളവരെ കൂടുതൽ എന്റർടൈൻ ചെയ്തിട്ടാണോ എനിക്കറിയില്ല. അത് തരത്തിലാണ് ഈ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ഇതിനൊരു പ്രോപ്പർ പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മുടെ ഓരോ സിനിമയിലും IC വേണം, ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അറിയിക്കാവുന്ന ഇന്റേണൽ കമ്മിറ്റി ഉണ്ട്. അപ്പം ആ കമ്മിറ്റി ത്രൂ ഇവിടെ ഒരു മോണിറ്ററിംഗ് ഉണ്ട്. ഫിലിം ചേംബറിൻ്റെ അണ്ടറിലുള്ളൊരു മോണിറ്ററിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായതിനു ശേഷം അവർ അത് പ്രൊഡ്യൂസർ അസോസിയേഷനിലോട്ടും ബാക്കി സംഘടനകളിലോട്ടും ഫെഫ്ക, അമ്മ എന്നുള്ള സംഘടനകളിലോട്ടും അവരത് ഫോർവേഡ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഈ വിഷയം അവസാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നടപടിയോ മറ്റുണ്ടായി കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ ഇത്തരക്കാരുമായി അഭിനയിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണോ? ഞാൻ പറയുന്നത്, എൻ്റെ പ്രസ്താവന അറിയാലോ, എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ അഭിനയിക്കില്ല. ഒന്ന്, അതേസമയം തന്നെ ഇദ്ദേഹത്തിനൊരു മാറ്റം, എല്ലാ മനുഷ്യരും മാറുന്നവരാണ് എന്നുള്ളതാണ്. ഇദ്ദേഹം നല്ല രീതിയിൽ മാറിയാൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ ചിലപ്പോൾ അഭിനയിച്ചൊന്നും വരും. നല്ല രീതിയിൽ മാറിയാൽ ആ മാറ്റം നമുക്ക് ബോധ്യപ്പെടണം. അതുപോലെ സിനിമാക്കാരും ആ മാറ്റം എന്നുവെച്ചാൽ പെരുമാറാൻ അറിയണമല്ലോ. ഒരു നല്ല രീതിയിൽ പെരുമാറാനും ഇതിൻ്റെ ഉപയോഗങ്ങൾ സെറ്റിൽ ഉണ്ടാവില്ലെന്നുള്ളതും ഉറപ്പ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഭിനയിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. സിനിമാ ലോകത്തിലൊരു പിന്തുണ എങ്ങനെയാണ് അണിയറ പ്രവർത്തകർ, പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ വീഡിയോ ഇടാൻ പറ്റുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വന്തമായി ഒരു ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു നിലപാടെടുക്കാനാണ് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വയം, അല്ലാതെ എല്ലാവരും മാറ്റി അങ്ങനത്തെ റെവല്യൂഷനൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. സ്വയം ഒരു ഇൻസൈഡ് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് എനിക്ക് പറ്റുമായിരിക്കും. താങ്ക് യു. ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി. ഇന്റേണൽ കമ്മിറ്റി എല്ലാ സിനിമയ്ക്കും ഉണ്ടായാൽ മാത്രമാണ് ഒരു സിനിമ തുടങ്ങാനുള്ള ഒരു അനുമതി കൊടുക്കുള്ളൂ. അപ്പോൾ ICനെ മോണിറ്റർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ സംസാരിച്ചപ്പോൾ സജി നമ്പ്യാത്ത് എന്ന് പറയുന്ന ഒരു സാർ, ഫിലിം ചേംബറിൻ്റെ ആളാണ്. അപ്പം സജി നമ്പ്യാത്ത് സാർ, സജിത മഠത്തിൽ, അതുപോലെ തന്നെ റാണി എന്ന് പറയുന്ന ഈ വ്യക്തികളാണ് ഒരു പരാതി കൊടുക്കണം എന്നുള്ള ഇതിലോട്ട് വന്നത്. അപ്പം അങ്ങനെ പരാതി നമ്മൾ കൊടുത്തു എൻ്റെ എല്ലാ സംഘടനകൾക്കും. എങ്കിൽ മാത്രമാണ് അവർക്കൊരു സ്ട്രോങ് നടപടി എടുക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നിയമ നടപടി എന്നല്ല, നിയമ നടപടി എടുക്കില്ലെന്ന് ഞാൻ എടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഇൻസൈഡ് സിനിമ ഒരു സ്ട്രോങ് അവർക്കൊരു നടപടി എടുക്കണമെങ്കിൽ ദേ നീഡ് കംപ്ലൈൻറ്റ്. മീൻസ് ഈ പരാതിയിലൊന്നും ഈ നടൻ്റെ പേരോ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു അത്. രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഒന്ന്, ഇയാളെ വെച്ചെടുക്കുന്ന കുറേ സിനിമകൾ ഇനിയും ഉണ്ടാവും. പകുതിക്ക് വെച്ച് നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാകും. ആ സിനിമയെ ബാധിക്കരുതല്ലോ. ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു പരാതിയുടെ പുറത്ത് ആ സിനിമയെല്ലാം ബാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്, ഈ വ്യക്തിയെ ഇപ്പം എത്ര ഇതുപയോഗിക്കുമെന്ന് എത്ര ആളുകളിലോട്ട് അറിയാമെങ്കിൽ പോയി ഞാനായിട്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് അദ്ദേഹത്തിനൊരു മാറ്റം വന്ന് തിരിച്ച് സിനിമയിൽ കയറേണ്ട സമയത്ത് ആളുകൾ ഇങ്ങനെ മുദ്ര കുത്തുമ്പോൾ എനിക്കുള്ളൊരു എങ്ങനത്തെ കുറച്ച്, അല്ലെങ്കിൽ ആ ഒരു തൊഴിൽ നിഷേധിക്കപ്പെടും എന്നുള്ള എൻ്റെ ഒരു കുറച്ച് പേഴ്സണൽ തോട്ട്സ് ഉണ്ട്, ഐഡിയോളജീസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ പേര് പറയണ്ട എന്നുള്ളൊരു ഉണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നില്ല. ഷീ ഈസ് ഓൾസോ എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ആ ആർട്ടിസ്റ്റും ഈ പറഞ്ഞ പോലെ വളരെ വിഷമിച്ചിട്ടാണ് പോയത്. എന്നുവെച്ചാൽ ദിസ് വെർബൽ ഹരാസ്മെൻ്റ് ഉണ്ട്, സെക്ഷലി ഉള്ളൊരു അങ്ങനത്തെ ഒരു പ്രവണത ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് വെരി ബാഡ്. നീക്കം എന്ന് പറയുന്നത്
ഇപ്പം സംഘടനകളെല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. IC-യിലൂടെ ഇതിൻ്റെ മോണിറ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനുണ്ട്. IC ത്രൂ ആണ് അത്. പിന്നെ ബാക്കിയുള്ള അവർ നന്നായി അന്വേഷിച്ച് അതിൻ്റെ കാരണങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള സംഘടനകളിലോട്ടൊരു നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുക. അപ്പം അങ്ങനെ ആ ഒരു പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ഈ സംഘടനകളിലാർക്കും അമ്മ സംഘടനകൾക്കും ആരെങ്കിലും അമ്മ സംഘടനയിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടീം അഡ്ഹോക്ക് കമ്മിറ്റി എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഇനിയുള്ള ഒരു നീക്കുപോക്ക് എങ്ങനെ ആയിരിക്കും? ഇനിയുള്ള നീക്കുപോക്ക് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ അറിയില്ല. ഇപ്പോൾ പ്രൊസീജിയർ ഫോളോ ചെയ്യണം, IC-യുടെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നടപടികൾ എന്താണെന്ന് വെച്ചാൽ ഇൻസൈഡ് സിനിമ എടുക്കണം. ഇൻസൈഡ് ഒരു ഇൻറ്റേർണൽ ഒരു പ്രൊസീജിയർ നടക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപർണ പ്രതികരിക്കുന്നുണ്ട്. എനിക്ക് വ്യക്തമായില്ല, അത് ഞാൻ വ്യക്തമായി. ഡെഫിനറ്റ്ലി ആ സെറ്റ് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ഞാൻ അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും എന്നെ മാന്യമായി ഡീൽ ചെയ്തിട്ടുള്ള ഒരു സെറ്റാണത്. ആൻഡ് ഡയറക്ടർ അടക്കം, അസോസിയേറ്റ് ഡയറക്ടർ അടക്കം, പ്രൊഡ്യൂസേഴ്സ് അടക്കം എന്നെ കംഫർട്ടാക്കി അദ്ദേഹത്തിന് വേണ്ട താക്കീതും നൽകിയിട്ടൊക്കെയുള്ള ഒരു ടീമാണ്. മാത്രമല്ല അതിൽ IC പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിരുന്നു. IC-യിലെ ഒരു മെമ്പർ എന്നോട് വന്ന് പരാതി ഉണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ടൊക്കെയാണ് അവരത്രയും പ്രോപ്പറായിട്ടാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇതിനൊരു വേറൊരു പ്രൊസീജിയറാണ് എൻ്റെ അറിവിലുള്ളത്. ഫ്രം IC ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. IC-യിലൂടെ ബാക്കിയുള്ള സംഘടനകളിലോട്ട് അതിൻ്റെ ഒരു അറിയിക്കും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അമ്മ എന്ന സംഘടന അവരുടേതായിട്ടുള്ള രീതിയിൽ, കാരണം അവർക്കിതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. ഡ്യൂ ടു ഫ്യൂ റീസൺസ് അവർക്കിതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുകയാണ്. ആൻഡ് ഇതിലൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത് ത്രൂ IC ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. എന്തായാലും സിനിമയുടെ ഉള്ളിൽ നിന്നും ഈ പറഞ്ഞ സംഘടനകൾ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് മാത്രം അറിയാം. ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊന്നും എനിക്ക് ഇപ്പം സംസാരിക്കാൻ താല്പര്യമില്ല. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.